ഇവനും അവളും കൂടി എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയണമല്ലോ. അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചതാ. രാജു എന്താ മിണ്ടാതെ നിന്ന് പ്രാർത്ഥിച്ചത്? ഒരാള് പ്രാർത്ഥിച്ചതേ മറ്റൊരാളുടെ അടുത്ത് പറയാൻ പറ്റുമോ? പറയുന്നതിൽ എന്താ കുഴപ്പം? ഞാൻ മറ്റാരുമല്ലല്ലോ, സ്വന്തം ഭാര്യയില്ലേ. ആ, അതിനെ കുറിച്ച് തന്നെയാ പ്രാർത്ഥിച്ചത്. ആ പറയ്, ഞാനൊന്ന് അറിയട്ടെ. വേറൊന്നുമല്ല മാഡം, നമ്മളിപ്പോ തറവാട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോ അവിടെ വേറൊരു കാര്യമില്ലേ, അതിന് അമ്മമ്മ നിർബന്ധിക്കല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. വേറൊരു കാര്യം? അതെന്ത് കാര്യം? ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യേ. ദാഹശമനി. ദാഹശമനിയോ? ശാന്തി മുഹൂർത്തം. അതന്നെ. ഇവനെ എവിടത്തുകാരനാടാ? ശാന്തി മുഹൂർത്തത്തിന് ദാഹശമിനി, ഇങ്ങനെ ഒരു വിധി. അതെ, കൂടുതലേ കളിയാക്കൊന്നും വേണ്ട. ആ മുഹൂർത്തത്തിന് അവസരം ഒരുക്കരുതെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. കല്യാണം കഴിഞ്ഞ് ഒത്തിരി ദിവസമായില്ലേ രാജു? നമ്മുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞു കാണുമെന്നായിരിക്കും അമ്മമ്മ വിചാരിക്കുന്നത്. ഏയ്, അതൊന്നും പാടില്ല. അങ്ങനെ ഒരു ധാരണ അമ്മയ്ക്കുണ്ടെങ്കിലേ അത് തിരുത്തണം. ശരി, എന്നാ രാജു വാ.